നമസ്കാരം. ഇന്നിപ്പോൾ ഞാൻ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഫാസ്റ്റ് ഫുഡ് സർവീസാണ് ഇപ്പം നമുക്കുള്ളത്. ഇപ്പോൾ നമുക്ക് ഇന്നയാളിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ഫുഡ് ഏത് സമയത്ത് ഓർഡർ ചെയ്യാം, അതിന് ഇന്ന സാധനങ്ങളൊക്കെ ചേർക്കണം, ഇന്ന സമയങ്ങളിൽ എത്തിക്കണം എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ, ഇത് വേറെ വലിയ രാജ്യങ്ങൾക്കൊന്നും കുഴപ്പമില്ലാത്തതാണ്. ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ അവർ ജ്യോതിഷൻ്റെ അടുത്ത് പോവും. പറയും ഇന്ന നക്ഷത്രമൊക്കെ കൊള്ളാം, ഇന്ന ദിവസം കൊള്ളാം, പിന്നെ ഇന്ന ആഴ്ച കൊള്ളാം, ഇന്ന മാസം കൊള്ളാം, ഇതെല്ലാം പറഞ്ഞു കൊടുക്കും. അതാണ് അവരുടെ ആഗ്രഹം. ഇതാണ്, ഒരു ഫാസ്റ്റ് ഫുഡ് ബേബിയെ വേണം. അത് ആണായാലും കുഴപ്പമില്ല, പെണ്ണായാലും കുഴപ്പമില്ല. അതിനും അവർ പറയും ഇന്ന ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആണാവും, പിന്നെ പെണ്ണാവും. പക്ഷേ അതിനുള്ള സംവിധാനവും മെഡിക്കൽ ഫീൽഡും ഉണ്ട്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, മോർ ദാൻ 85% ഗൈനക്കോളജിക്കൽ സർവീസ് ആർ അൺവാണ്ടഡ്. 85% പെണ്ണുങ്ങളുടെ സർജറിയും ആവശ്യമില്ലാത്തതാണ്. നമ്മുടെ സബ്ജക്റ്റ് അതല്ല. എന്നാൽ തന്നെയും ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഇന്ത്യയിൽ, ഈ പെണ്ണുങ്ങൾ പ്രസവിക്കാൻ സമ്മതിക്കത്തില്ല. അത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. സമയമാകുമ്പോഴത്തേക്കത് കുട്ടി വന്നോളും. ഒരു ഉദാഹരണം, ഇതെല്ലാം അസ്ട്രോളജിക്കലായിട്ടും ഇത് റിലേറ്റഡാണ്. ഇപ്പോൾ ഉദാഹരണം, നമുക്ക് ഒരു ലൂണാർ മന്ത്സ് എന്ന് പറയുന്ന ഒരു പീരീഡ്, നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടി പറയുന്നതാണ്. 28 ദിവസമാണ്. 28 ദിവസമാണ് ഒരു ലൂണാർ മന്ത് എന്ന് പറയുന്നത്, ഒരു ചന്ദ്രമാസം. അങ്ങനെ ഒരു 10 ചന്ദ്രമാസം എന്ന് പറയുന്നതാണ് ഒരു ഗർഭധാരണത്തിൻ്റെ, പ്രസവത്തിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ 280 ഡേയ്സ്. അപ്പോൾ മെഡിക്കൽ സയൻസ് ഇത് തന്നെയാണ് പറയുന്നത്, ആസ്ട്രോളജി ഇത് തന്നെയാണ്. പക്ഷേ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നിരുന്നാൽ തന്നെയും അവർ പറയും ഇന്ന ആഴ്ച പിന്നെ പ്രസവിക്കണം, പിന്നെ മാസമായിരിക്കണം, നക്ഷത്രം ഇതായിരിക്കണം, പിന്നെ തിരുവോണോ അല്ലെങ്കിൽ മൂലോ എന്തെങ്കിലും ആയിക്കോണം, ഏതെങ്കിലും ഇതൊക്കെ ആയിരിക്കണം. ആസ്ട്രോളജർ ഒരു ലിസ്റ്റ് എഴുതി കൈ കൊടുക്കും. നേരെ കൊണ്ടുപോയി ഡോക്ടറെ ഏൽപ്പിക്കും, ഗൈനക്കോളജിസ്റ്റ്. ഡസൻറ്റ് മാറ്റർ. ഇപ്പോൾ നമ്മളിവിടെ ഇത് ബിസിനസ് ആയതുകൊണ്ട് അതിൽ ഹിന്ദു എന്നോ മുസ്ലിംസോ ക്രിസ്ത്യാനികളോ ഒന്നുമില്ല. ആ ഡോക്ടർ അത് അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് ഒരു 4-5 ദിവസത്തിന് മുമ്പ് ഇതെല്ലാം നോക്കിയിട്ട് ഈ കുട്ടി പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ സിസേറിയൻ ചെയ്യും. അപ്പോൾ അത് ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോളാം, ഇങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് ആ കുഞ്ഞിനോടുള്ളൊരു വലിയൊരു ദ്രോഹം തന്നെയാണ്. കാരണം അനസ്തേഷ്യ കൊടുക്കും. അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞാൽ മെഡിക്കലി ഡെത്താണ്. ആ കുഞ്ഞ് മരിച്ചാണ് അതിനെ എടുക്കുന്നത് വെളിയിൽ. അതായത് നാച്ചുറലായിട്ട് പ്രസവ വേദന അറിഞ്ഞ് തന്നെ വേണം സ്ത്രീകൾ പ്രസവിക്കാൻ. ഇത് കുഞ്ഞ് കരയത്ത് പോലും ഇല്ല. അതായത് പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് കരയണം. അതിൻ്റെ കരയുന്നതിൻ്റെ കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ ആദ്യത്തെ ശ്വാസം കിട്ടുമ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ ഈ ശ്വാസകോശത്തിലെ ബ്രോങ്കിൾസ് അത് പൊട്ടും. ഈ പൊട്ടുമ്പോഴത്തേക്ക് കുഞ്ഞിന് അതിവേദനയായിരിക്കും. ആ അതിവേദന കൊണ്ടാണ് കുഞ്ഞ് കരയുന്നത്. പക്ഷേ ഈ പ്രോസസ്സിൽ വരില്ല. പിന്നെ ഇതിൻ്റെ ചൂഷണം എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ നാച്ചുറൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ 5,000 10,000 രൂപയുടെ ആവശ്യം വരുന്നുള്ളൂ. അതിൻ്റെ ആവശ്യമില്ല. പഴയ കാലത്ത് അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ട് ഈ ഹോം ഡെലിവറി. ഇപ്പോൾ ഹോം ഡെലിവറി കൂടുതലായിട്ടുള്ളത് നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ടാണ്. ഏറ്റവും കൂടുതൽ നടക്കുന്നത് അമേരിക്കയിലാണ്. കാരണം ഇത് ഇൻഷുറൻസ് കവർ ചെയ്യില്ല. കാരണം ഇത് സോക്കേടല്ലല്ലോ, പ്രസവം എന്ന് പറയുന്നത് സോക്കേടല്ലല്ലോ. പക്ഷേ നിങ്ങളിതെല്ലാം മനസ്സിലാക്കണം. നിങ്ങൾ ഒരു സിസേറിയന് പോകുമ്പോഴത്തേക്ക് ഈ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നല്ല 2-3 അഭിപ്രായം ചോദിച്ചിട്ടേ പോകാവൂ. നിങ്ങൾ കഴിയുന്നതും ഈ വലിയ വലിയ ഹോസ്പിറ്റലിൽ പോയി അവരുടെ അഭിപ്രായം ചോദിക്കാതെ, സാധാരണ ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, അവർ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപദേശം തരും. പിന്നെ രണ്ടാമത്തെ ഒരു കോൺസിക്വൻസ്, ഇതുപോലെ ഒരു കുഞ്ഞ് വന്ന് പ്രസവിച്ചു കഴിഞ്ഞാൽ ഒന്നിൽ അതിന് ഏതെങ്കിലും രീതിയിലുള്ള മാനസികമായിട്ട് ശാരീരികമായിട്ടുണ്ടാകും. കാരണം ഇത് അണ്ടർ ഡ്രഗ്ഗിസം എന്ന് പറയുന്നത് പോലെ അനസ്തേഷ്യയുടെ ബാഡ് ഇഫക്ട്സ് കൊണ്ടുണ്ടാകുന്ന കുഞ്ഞുങ്ങളാണ്. അത് ഈ ഗൈനക്കോളജിസ്റ്റ് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന വലിയൊരു ദ്രോഹമാണ്. അത് നിങ്ങളങ്ങനെ ദ്രോഹിക്കരുത്. നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ മറ്റു രീതിയിലെല്ലാം കിട്ടും. അത് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കൊണ്ടുതരും. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും പിന്നെ ഹോളിസ്റ്റിക് മെഡിസിൻ ആണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്. അതിൽ എല്ലാവിധ ശാരീരികവും മാനസികമായിട്ട് രോഗങ്ങൾക്ക് ഉണ്ട്.
ഈവൻ ഊമകൾ തൊട്ട് കോൾഡ് തൊട്ട് ക്യാൻസറിന് വരെയും. പിന്നെ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ടു അവോയ്ഡ് ബൈപ്പാസ് സർജറി, ആൻജിയോപ്ലാസ്റ്റി ആൻഡ് ആൻജിയോപ്ലാസ്റ്റി എങ്ങനെ, ആൻജിയോഗ്രാം എങ്ങനെ, ബൈപ്പാസ് സർജറി എങ്ങനെ ഒഴിവാക്കാം. അതിന് നേരെ നമ്മൾ ബൈപ്പാസ് ചെയ്തതിൻ്റെ 1/4 പോലും ചിലവില്ലാത്ത രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ പേര് ലേസർ ട്രീറ്റ്മെൻറ്റ് എന്നാണ്. നിങ്ങൾക്ക് ഇതേപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വൈകിട്ടൊരു 7 മണിക്ക് ശേഷം നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.